മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഷഹ്റുല്ലാഹില്ലദീ തദ്ഊനഹുൽ മുഹറം. റമദാൻ കഴിഞ്ഞിട്ടോ, റമദാൻ കഴിഞ്ഞാൽ പിന്നെയാണിത്. അള്ളാഹുവിന്റെ മാസം എന്നാ പറഞ്ഞത്. ഷഹ്റുല്ലാഹില്ലദീ തദ്ഊനഹുൽ മുഹറം. മുഹറം എന്ന് നിങ്ങൾ വിളിക്കുന്ന അള്ളാന്റെ മാസമായ മുഹറം ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല 12 മാസങ്ങളായിട്ട് അല്ലാഹു നിശ്ചയിച്ചതാണ്. അതിൽ 4 പരിശുദ്ധങ്ങളാണ്, ഹുറുമാണ്, മുഹറമാണ്, വളരെ പവിത്രമാണ്. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. നിങ്ങൾ നിങ്ങളോട് ദുൽമ ചെയ്യരുത്, നിങ്ങൾ നിങ്ങളോട് ദുൽമ ചെയ്യരുത്. അങ്ങനെ പറഞ്ഞാൽ ഈ 4 മാസത്തിൽ ദുൽമ ചെയ്യരുത്, അപ്പൊ 4 മാസം കഴിഞ്ഞാൽ പറ്റുന്നാണോ അതിനർത്ഥം? അല്ലല്ല, 4 മാസത്തിൽ എന്തായാലും എന്ത് ചെയ്യരുത്, ചെയ്യരുത്, അല്ലെങ്കിലും ചെയ്യരുത്. ഈ 4 മാസങ്ങളുടെ ശ്രേഷ്ഠത അങ്ങനെയാണ്. അതുകൊണ്ട് ആർക്കും ദുൽമ വരുന്നൊരു പണി നിങ്ങൾ ചെയ്തേക്കരുത്. അങ്ങനെയാണ് അതിന് ചില മുഫസ്സിരീങ്ങൾ അർത്ഥം കൊടുത്തത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അത്ഭുതകരമായ തഫ്സീറുണ്ട്. അവിടെ മഹാനവറുകൾ പറഞ്ഞു, ഫിൽ 12, ആ 4 മാസത്തിൽ ദുൽമ ചെയ്യരുതെന്നല്ല, ആ 12 മാസത്തിലും ദുൽമ ചെയ്യരുത്. 4 പവിത്രമാണ്. ഫലാ തദ്ലിമൂ ഫീഹിന്ന, അവകളിൽ എന്ന് പറഞ്ഞത് 4ലേക്ക് മാത്രമല്ല, 12 ഷഹറൻ, 12 മാസം എന്നല്ലേ പറഞ്ഞത്. ആ 12 മാസത്തിലും നിങ്ങൾ അക്രമം ചെയ്യരുത്, നിങ്ങളുടേതല്ലാത്തത് ആരോട് പിടിച്ചു വാങ്ങല്ലേ, പലരുടെയും അവകാശം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പിടിച്ചു വെക്കരുത്, കൊടുത്തേക്കണേ. ആരെങ്കിലും മാനസികമായി പീഡിപ്പിക്കരുത്, തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാതെ ഇടങ്ങാറാക്കരുത്, നിങ്ങൾ ആരെയും ദുൽമ ചെയ്യരുത്. എപ്പോ? ഈ 12 കൊല്ലം മുഴുവൻ. പിന്നെ സമയമില്ലല്ലോ, മരിക്കോൾ അതന്നെ നിയമം. ദുൽമ പാടില്ല, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു വിഷയം. മനുഷ്യൻ ഓരോരുത്തരും ഉമ്മാന്റെ വയറ്റിന്ന് പോകുന്നത് അവനവന്റെ ഒരു കൃത്യമായൊരു എക്സിസ്റ്റൻസ് അള്ളാഹു നൽകിയിരിക്കുക. ആരും ആരുടെയും അസ്തിത്വത്തിന്റെ മേൽ കൈവെക്കരുത്. നമുക്ക് ജീവിക്കാൻ അവകാശമുള്ള പോലെ പുറത്താൾക്ക് അവകാശം. ഏത് നാട്ടിൽ നിന്ന് വന്നവനാവട്ടെ, ഏത് പാസ്പോർട്ടുള്ള, ഏത് ഭാഷ സംസാരിക്കട്ടെ, ആരും ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും അള്ളാഹു മുസ്തഖില്ലൻ, ഓരോരുത്തർക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു സംവിധാനം അള്ളാഹുന്റെ ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. ആരും ആരെയും അതിക്രമിക്കരുത്, ആരുടെയും അവകാശത്തിന്റെ മേൽ കൈവെക്കരുത്. ആ നിയമം നിലനിൽക്കെ തന്നെ ഈ 4 മാസങ്ങൾ നിർബന്ധമായും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ ആ 4 മാസങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് സലാസുൻ മുതവാലിയാസുൻ, 4 മാസം തുടരെയാണ്. ഇരിക്കട്ടെ, ഈ 12 അറബി മാസം പഴക്കാതെ ചൊല്ലാൻ അറിയുന്നവരൊന്ന് കൈപൊക്കിയാട്ടെ. നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ ശറഅ കണക്കാക്കിയ, അതായത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇപ്പോ ഹിജ്റ വന്നതിന് ശേഷം റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തും കഴിഞ്ഞ്, ഹിജ്റ കഴിഞ്ഞ് 10 വർഷം വരെ നബി തങ്ങൾ മദീനയിൽ താമസിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞിട്ട് തങ്ങൾ വഫാത്താകുന്നു. ഹിജ്റയുടെ 17ാമത്തെ വർഷമാണ് ഹിജ്റ കലണ്ടർ നിയമത്തിൽ വരുന്നത്. ഹിജ്റയുടെ 17ാം വർഷം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് 7 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഹിജ്റ കലണ്ടർ വരുന്നത്. ആരായിരുന്നു അന്നത്തെ ഖലീഫ? ആരായിരുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 7 ആയിട്ടുള്ളൂ. 2 വർഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 10 വർഷം ഉമർ തങ്ങൾ, 12 വർഷം ഉസ്മാൻ തങ്ങൾ, 6 വർഷം അലി റളിയല്ലാഹു അൻഹു. അപ്പൊ ടോട്ടൽ എത്ര വർഷമായി? 30 വർഷം. അൽ ഖിലാഫത്തു ബഅദി 30 സന, എന്റെ കാലശേഷം ഖിലാഫത്ത് 30 കൊല്ലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അത്ഭുതകരമായ ഹദീസാണ്. തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പേ പറഞ്ഞു, അൽ ഖിലാഫത്തു ബഅദി 30 സന, 30 കൊല്ലമാണ് സത്യസന്ധമായ ഖിലാഫത്ത് എന്റെ കാലശേഷം നടക്കുക. സുമ്മ യകൂനു മുൽക്കൻ ഗദൂളാ, പിന്നെ അതിക്രമങ്ങൾ നടക്കുന്ന രാജഭരണം വരാനുണ്ട് എന്ന് പറഞ്ഞു. സിദ്ദീഖ് തങ്ങൾ 2 കൊല്ലം, ഉമർ തങ്ങൾ 10, 12, ഉസ്മാൻ തങ്ങൾ 12 കൊല്ലം 24, അലി തങ്ങൾ 6 കൊല്ലം 30 കൃത്യമാണ്. അൽ ഖിലാഫത്തു ബഅദി 30 സന. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അബൂ മൂസ അശ്അരി തങ്ങളാണ് ഈ സംഭവം പറഞ്ഞത്. അന്ന് ഞങ്ങൾക്ക് ചീന റസായിലു മിൻ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് ഞങ്ങൾക്ക് വരും. അപ്പോ അവരൊക്കെ പല രാജ്യങ്ങളിലും ഗവർണർമാരായിട്ട് ജോലി ചെയ്യാൻ. ഉമർ തങ്ങൾ എഴുതുക, ഈ ഷഅബാനിൽ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ റജബിൽ ഇങ്ങനെയൊക്കെ വരുമ്പോ ഈ കത്തെത്താൻ ഒരുപാട് സമയമെടുക്കും. അപ്പോ ഇത് ഏത് റജബാണ്? കഴിഞ്ഞ റജബിനെ കുറിച്ചായിരുന്നോ ഈ പറഞ്ഞത്? എന്തെങ്കിലും വിഷയം അങ്ങനെ ഉണ്ടാവും.
അവ വരാൻ പോകുന്ന റജബാണോ കഴിഞ്ഞതാണോ ഒരു കാലഘട്ടത്തെ ബേസ് ചെയ്യാൻ പറ്റുന്നില്ല. അന്നൊക്കെ സ്വഹാബിമാര് കൃത്യമായൊരു സമയം, ഒരു സംഭവം നടന്നാൽ ആ സംഭവത്തെ ആസ്പദമാക്കിയിട്ട് സംഭവങ്ങളൊക്കെ പറയാം. ബദർ യുദ്ധം കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവന്റെ കല്യാണം ഉണ്ടായത്, അങ്ങനെ പറയും. ഉഹദ് കഴിഞ്ഞ് 4-ാം മാസത്തിലാണ് ഇവനെ പ്രസവിക്കപ്പെട്ടത്. അന്നത്തെ സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടാ പറയാം. ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു സ്വഹാബികളോട്, നമുക്കൊരു കലണ്ടർ വേണ്ടേ? ഹുർമുസാനുൽ ഫാരിസി അദ്ദേഹം പറഞ്ഞു ഉമർ തങ്ങളോട്, പേർഷ്യക്കാരുടെ കലണ്ടർ ഉണ്ട്, നമുക്കത് സ്വീകരിച്ചാൽ എന്താ? മുസ്ലിം പറഞ്ഞു അത് വേണ്ട, അവർ തീ ആരാധകരല്ലേ. റോമക്കാരും ഗ്രീക്കുകാരും ഉപയോഗിക്കുന്ന കലണ്ടർ ഉണ്ട്, നമുക്ക് അത് ആലോചിച്ചാൽ എന്താന്ന് ചോദിച്ചു. അത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു. എന്നാ പിന്നെ എന്താവണം? മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. ഉമർ തങ്ങൾ പറഞ്ഞു, എനിക്ക് തോന്നുന്നു മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യ ദിവസം എന്ന് അല്ലാഹു തആല പറഞ്ഞില്ലേ, ആ ദിവസം ഏതാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കാലുകുത്തിയ ദിവസമാണ്. അതാണ് അല്ലാഹു പറഞ്ഞ ആദ്യ ദിവസം മുതൽ തഖ്വയിൽ അധിഷ്ഠിതമായ പള്ളി എന്ന് പറഞ്ഞ മസ്ജിദ് ഖുബാ. ഖുബാ പള്ളിയെ സംബന്ധിച്ചാണ് പറഞ്ഞത്. മസ്ജിദുൽ ഖിറാർ ചരിത്രമൊക്കെ നമ്മൾ കേട്ടതാണ് അല്ലെ. ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളി. ലാ തഖും ഫീഹി അബദ, നബിയെ നിങ്ങൾ ഒരിക്കലും നിസ്കരിക്കരുത്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ. ആദ്യ ദിവസം മുതൽ തഖ്വയിൽ സ്ഥാപിക്കപ്പെട്ടൊരു പള്ളിയുണ്ടല്ലോ നബിയെ. لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه فيه رجال يحبون أن يتطهروا والله يحب المطهرين. നബിയെ, നല്ല മനസ്സുശുദ്ധിയുള്ള ആളുകൾ ആ പള്ളിയിലുണ്ട് നബിയെ. അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളാണ് ആ പള്ളിയിലുള്ളത്. ആ പള്ളി ആദ്യ ദിവസം മുതലേ തഖ്വയിൽ നിർമ്മിക്കപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ തങ്ങൾ മദീനയിലേക്ക് വന്നിട്ട് ഒട്ടകം മുട്ടുകുത്തിയില്ലേ, തങ്ങൾക്ക് വീട് വേണം. ഓരോരുത്തർ വിളിച്ചു, നബി എന്റെ വീട്ടിൽ. തങ്ങൾ പറഞ്ഞു, എന്റെ ഒട്ടകം എന്റെ ഒട്ടകത്തെ വിട്ടേക്കണേ, അത് അള്ളാഹുവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒട്ടകമാണ്. ആ ഒട്ടകം മുട്ടുകുത്തുന്നു. ആ ഒട്ടകം മുട്ടുകുത്തിയിടത്ത് നബി തങ്ങൾ വീട് വെക്കാൻ വേണ്ടി പറഞ്ഞു. അത് നബിയുടെ വീടല്ല, ആർക്കുള്ള വീടാണ്? അള്ളാഹുവിനുള്ള വീടാണ്. ആദ്യമായി നബി തങ്ങൾ ചെയ്ത പണി അതാണ്, അള്ളാഹുവിനൊരു വീട് വെച്ചു കൊടുത്തു. പിന്നെ നബി തങ്ങൾ താമസിക്കാൻ സംബന്ധിച്ച് ആലോചിക്കുന്നത് ആ പള്ളിയാണ് മസ്ജിദ് ഖുബാ. ആ ഖുബായിനെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹു ഒരു ദിവസത്തെ പറഞ്ഞു, ആദ്യ ദിവസം. അപ്പൊ നമുക്ക് അതുമുതൽ കണക്കാക്കിയാൽ മതിയല്ലോ. ആ സംഭവം ഹിജറയാണ്. എന്നാ പിന്നെ നബി തങ്ങളുടെ ജനനമോ വഫാത്തോ സംബന്ധിച്ചുള്ള ചർച്ചകൾ മഹാന്മാർ നടത്തുന്നുണ്ട്. എന്തേ സ്വഹാബികൾ അങ്ങനെ ചെയ്യാതിരുന്നത് എന്നതിനെ സംബന്ധിച്ച്. സ്വഹാബികൾക്ക് ഏറ്റവും ഓർമ്മയുള്ളൊരു സംഭവം അതിൽ നബിയുടെ വഫാത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രാമത്തെ വർഷമാണതെന്നും ഏത് മാസമാണതെന്നും ഏത് ദിവസമാണ് ഏത് മണിക്കൂറിലാണ് നടന്നത്, ഇതെല്ലാം കൃത്യമായി സ്വഹാബത്തിനറിയാം. നബി തങ്ങളുടെ ജനനത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ചരിത്ര പണ്ഡിതന്മാർ പറയാറുണ്ട്. പ്രബലമായ അഭിപ്രായമാണ് നമ്മൾ സ്വീകരിക്കുന്നത്, റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്നത്. തങ്ങളുടെ വഫാത്തും റബീഉൽ അവ്വൽ 12 തന്നെ. പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങളില്ല വഫാത്തിനെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല. അങ്ങനെയുള്ള സംഭവം ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് സ്വഹാബികൾ അത് നമ്മുടെ കലണ്ടറായി സ്വീകരിച്ചില്ല എന്നൊരു ചർച്ചയുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. അതിന് കാരണം പറഞ്ഞത് മറ്റൊന്നല്ല, തങ്ങളുടെ വഫാത്ത് വളരെ സങ്കടപ്പെടുത്തുന്നൊരു വിഷയമല്ലേ. അത് ഓർക്കാൻ ഉമ്മത്തിൽ മനസ്സ് കഴിയില്ല. തങ്ങളുടെ വഫാത്തിനെ എങ്ങനെ നമ്മൾ അത് ബേസ് ചെയ്യും? അത് ഏറ്റവും മുഅ്ലിമായൊരു സംഭവമല്ലയോ, വേദനിപ്പിക്കുന്നൊരു സംഭവമല്ലേ? അത് വേണ്ട. എന്നാൽ ഹിജറ എന്നത് ഹിജ്റത്തു ഫത്ഹിൻ, ഇസ്ലാമിന് ശക്തിയും മുസ്ലിം ഉമ്മത്തിന് വിജയവും അള്ളാഹു നൽകിയത് ഹിജറയിലൂടെയാണ്. മദീനത്തേക്ക് വന്നപ്പോഴല്ലേ ഇസ്ലാം പ്രചരിച്ചത്, മദീനയിലല്ലേ ഇസ്ലാമിന് അള്ളാഹു ശക്തി നൽകിയത്, മദീനത്ത് വന്നപ്പോഴല്ലേ ആളുകളുടെ എണ്ണം കൂടിയത്. സുബ്ഹാനല്ലാഹ്, 10 കൊല്ലം നബി തങ്ങളുടെ കൂടെ 13 കൊല്ലം 13 വർഷം മക്കയിൽ നബി തങ്ങൾ ദഅവത്ത് ചെയ്തിട്ട് നബി തങ്ങൾക്ക് കിട്ടിയത് 250 സ്വഹാബികളെയാണ്. സ്വഹാബിയാത്തുകൾ വേറെയുണ്ട്. 250 ആളുകൾ. എത്ര? 13 കൊല്ലത്തെ നബി തങ്ങളുടെ അധ്വാനം സല്ലല്ലാഹു അലൈഹി വസല്ലം. 13 കൊല്ലത്തെ അധ്വാനം 250. ഹിജ്റ വരുന്ന 250ഓളം സ്വഹാബികളാണ്. ഹിജ്റ വരാത്ത എണ്ണപ്പെട്ട വളരെ ചെറിയ സംഖ്യ വേറെയുണ്ട്. എന്നാലും മെയിൻ നോക്കിയ 250. 13 കൊല്ലം. മദീനയിൽ നിന്ന് 10 വർഷം നബി തങ്ങൾ ജീവിച്ചിട്ട് 10ാമത്തെ കൊല്ലം തങ്ങൾ ഹജ്ജ് ചെയ്യുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹജ്ജില് നബി തങ്ങളുടെ അവസാനത്തെ പ്രഭാഷണം കേൾക്കാൻ അവിടെ വന്നത് എത്രയാ? 1,23,000.
അതാണ് മാറ്റം. 250 നിന്ന് 1,23,000. അത് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നവര്, അത്രയും യാത്ര അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരും ശാരീരിക വൈകല്യങ്ങളും പ്രയാസമുള്ളവര് വേറെയുണ്ട്. എത്രയോ മുഅ്മിനീങ്ങളായ സ്വഹാബിയാത്തുകൾ അല്ലെ, എത്രയോ മുഅ്മിനത്തുകൾ വേറെയുണ്ട്. അത്രയും വലിയൊരു വിജയം അള്ളാഹു നൽകിയത് ഹിജ്റയിലൂടെയാണ്. ആ ഒരു ഹിജ്റയാവട്ടെ, അതല്ലേ അള്ളാഹു അവ്വൽ യൗം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അബൂ മൂസൽ അശ്അരി നമ്മൾ ഇനി മുതൽ ഹിജ്റയെ ആസ്പദമാക്കിയിട്ട് നമ്മുടെ കലണ്ടർ ആരംഭിക്കുകയാണെന്ന് സയ്യിദുന ഫാറൂഖ് ഹാദിഹിൽ ഉമ്മ ഷഹീദുൽ മിഹ്റാബ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അങ്ങനെ പ്രഖ്യാപിക്കുകയാണുണ്ടായത്. അതാണ് ഹിജ്റ വർഷത്തിന്റെ ആരംഭം. അത് നടക്കുന്നത് ഹിജ്റയുടെ 17ാമത്തെ വർഷമാണ്. ഹിജ്റ കലണ്ടർ ആസ്പദമാക്കുന്നത് ഹിജ്റയുടെ 17ാം വർഷമാണ്. ഹിജ്റ നടന്നത് ഏത് മാസത്തിലാണപ്പോ? പെട്ടെന്ന് കൈപൊക്കിയട്ടെ, ഏത് മാസത്തിലപ്പോ ഹിജ്റ നടന്നത്? മുഹറം ആണോ? അല്ല, ഹിജ്റ നടന്നത് മുഹറത്തിലല്ല. നമ്മുടെ വർഷം എങ്ങനെ കണക്കാക്കുന്നത്? അപ്പൊ പിന്നെ ഏതായിരുന്നു? നമുക്കൊന്ന് സ്വലാത്ത് ചൊല്ലിട്ട് പറയാം അല്ലെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله. പരിശുദ്ധമായ ഹിജ്റ നടക്കുന്നത് ഏത് മാസത്തിലാണ് നമ്മൾ പറയാൻ പോണത്? റബീഉൽ അവ്വൽ 12-നാണ്. മാഷാ അല്ലാഹ്. അതെന്തെങ്കിലും ആദ്യം പറയാന് ഒരു സെന്റ് കൊണ്ടുപോയെന്നല്ല. മുഹറം, സഫർ, റബീഉൽ അവ്വൽ. ഈ മാസത്തിലെ 3ാമത്തെ മാസമാണ് റബീഉൽ അവ്വൽ. നമ്മുടെ വർഷത്തിലെ, അറബ് വർഷത്തിലെ റബീഉൽ അവ്വൽ 12-ന് ചരിത്ര പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവിടെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയങ്ങൾ ഉണ്ടാവില്ല. അത് പിന്നാലെ നടന്നത് അങ്ങനെ ഉണ്ടാവുക. പക്ഷെ റബീഉൽ അവ്വലിലാണ്, റബീഉൽ അവ്വലിന്റെ ആ 10, 11, 12 അല്ലെങ്കിൽ 8, 9, 10, 11, 12 ആ ഒരു റേഞ്ചിൽ ചരിത്ര പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെടുത്തിയത് അതാണ്. 12 ആണെന്ന് പ്രബലപ്പെടുത്തിയ ആലിമീങ്ങളുണ്ട്. അവിടെ മുതൽ അന്നാണ് ഹിജ്റ നടക്കുന്നത്. വല്ലാത്ത അത്ഭുതം. തങ്ങളുടെ ജനനം 12-ന്, റബീഉൽ അവ്വൽ 12-ന് തങ്ങളുടെ വഫാത്ത് നടക്കുന്നു. ആ റബീഉൽ അവ്വലിൽ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ നടക്കുന്നത്. അങ്ങനെ റബീഉൽ അവ്വൽ 12-നായിരുന്നു നബി തങ്ങൾക്ക് വഹീന്റെ തുടക്കമുണ്ടായത്. വഹീന്റെ തുടക്കം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കിതാബ് ബദിഇൽ വഹി, ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിൽ എങ്ങനെയാണ് നബി തങ്ങൾക്ക് വഹി തുടങ്ങിയത്? ആദ്യം തുടങ്ങിയത് വഹിയായിട്ട് ഖുർആൻ ഇറങ്ങുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് റമളാനിലാണ്. പക്ഷെ അതിന്റെ മുമ്പ് ഖുർആൻ വരുന്നതിന് മുമ്പ് നിബിതങ്ങൾക്ക് ഇന്നമാ യറാ റുഅ്യാ സ്വാദിഖ, നിബിതങ്ങൾക്ക് സത്യസന്ധമായ സ്വപ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. പച്ചയായിട്ട് തങ്ങൾ കാണും, ആ കണ്ടത് അങ്ങനെ തന്നെ സംഭവിക്കും. അങ്ങനെ ഒരുപാട് നാള് നിബിതങ്ങൾക്ക് സത്യസന്ധമായ സ്വപ്നദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് ഇഖ്റ ഇറങ്ങുന്നത്. അപ്പോ വഹീന്റെ കിതാബ് ബദിഇൽ വഹിയിൽ, വഹീന്റെ ആരംഭം എന്നാണ് ബുഖാരി ഇമാം അതിന് ടൈറ്റിൽ കൊടുത്തത്. അപ്പോ ആ വഹി തുടങ്ങുന്ന ആരംഭ സംഭവങ്ങൾ ഉണ്ടായി തുടങ്ങിയത് റബീഉൽ അവ്വലിലായിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരു സവിശേഷതയുള്ള ഒരു മാസമാണെന്ന് അല്ലാഹു തആല അതിന്റെ ഉള്ളിലൂടെ സൂചിപ്പിക്കുകയാണ്. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയാണ് ഒരു ടോട്ടൽ റാൻഡംനെസ് അങ്ങനല്ല. അല്ലാഹു തആല വളരെ ഓർഡർ ചെയ്തിട്ടാണ് കാര്യങ്ങൾ കൃത്യമായും വളരെ കൃത്യതയിലാണ് അല്ലാഹു തആല ചെയ്യുന്നത്. അപ്പോ റബീഉൽ അവ്വലിലാണ് ഹിജ്റ നടക്കുന്നത്. പക്ഷേ വർഷം കണക്കാക്കുമ്പോ എന്ത് ചെയ്യും? മുഹറം മുതൽ കണക്കാക്കി തുടങ്ങി. സത്യത്തിൽ ഹിജ്റ നടന്നത് റബീഉൽ അവ്വലിലായിരുന്നു, മുഹറത്തിലായിരുന്നില്ല. റബീഉൽ അവ്വലിന്റെയും
റബീഉൽ അവ്വലിന്റെ മുമ്പ് സഫറുണ്ട്, സഫറിന്റെയും മുമ്പ് മുഹറം, അങ്ങനെയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ വർഷങ്ങളിൽ ആദ്യം തുടങ്ങാൻ പറഞ്ഞത് മുഹറമാണ്. അതുകൊണ്ട് മുഹറം തന്നെ ആവട്ടെ എന്ന് കണക്കാക്കിയാണ്, ഹിജ്റയുടെ മുഹറം കണക്കാക്കിയാണ് പോരുന്നത്. അത് ഇനി എത്രാമത്തെ വർഷമാണ് ഇപ്പൊ മുഹറം ആവാൻ പോകുന്നത്? നമ്മുടെ കലണ്ടറായി സ്വീകരിക്കേണ്ടത് അതാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോ 2018 എന്ന് പറയാം. ഈസാ നബി അലൈഹിസ്സലാം അന്ന് തന്നെയാണ് കൃത്യമായി ജനിച്ചത്, ജനുവരി 1 എന്ന് നമുക്ക് ആസ്പദമാക്കാൻ കഴിയുന്ന നമ്മുടെ ഒരു ആലിമീങ്ങളും നമ്മുടെ ഒരു റെക്കോർഡുകളിലും അങ്ങനെ സംഭവമില്ല. പക്ഷെ നമ്മളും അങ്ങനെ പറയാം 2018 നമ്മൾ കണക്കാക്കി പോരുന്ന അങ്ങനെയാണ്. നമ്മൾ കണക്കാക്കേണ്ടത് എന്താണ്? ഹിജ്റ വർഷമാണ്. അത് നമ്മളെങ്കിലും എന്ത് ചെയ്യണം? അത് ഇല്ലായ്മയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിലനിർത്തിക്കൊണ്ടുവരണം. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഫ്ളലുസ് സിയാമി ബഅദ റമളാന ശഹ്റുല്ലാഹിൽ മുഹറം വഅഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീളത്തി സ്വലാത്തുൽ ലൈൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുകൾ ശഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മുഹറം മാസത്തെ നോമ്പുകളാണ്. മുഹറം മാസത്തിൽ ധാരാളം മാസം മുഴുവൻ നോമ്പെടുക്കലും സുന്നത്താണ്. ഒരുപാട് നോമ്പ് വർദ്ധിപ്പിക്കാം. പിന്നെ നമ്മള് മുഹറം 9, 10, 10ന്റേത് കൃത്യമായും വളരെ ശ്രേഷ്ഠമായത് 9 അതുപോലെ. മുഹറത്തിൽ 9, 10 അല്ലെങ്കിൽ 9, 10, 11 ഇങ്ങനെ 10 മാത്രമായിട്ടല്ല, 10ന്റെ മുമ്പ് 9 കൂടെ നോമ്പെടുക്കുക. അല്ലെങ്കിൽ അത് പറ്റിയില്ലെങ്കിൽ 10 കഴിഞ്ഞാൽ 11ാമത്തെ ദിവസം കൂടെ നോമ്പെടുത്തിട്ട് എന്ത് ചെയ്യണം? 10ന്റെ കൂടെ മുമ്പോ ശേഷമോ ഒന്ന് കൃത്യമായി നമ്മൾ ചേർത്തെടുക്കണം എന്നാണ്. അത് മുമ്പ് 9 എടുക്കലാണ് ഏറ്റവും നല്ലത്. 9 എടുക്കുക, എന്നിട്ട് 10 എടുക്കുക. അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ, റമളാൻ കഴിഞ്ഞാൽ ശ്രേഷ്ഠമായ നോമ്പുകൾ ഉള്ളത് ശഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മുഹറം മാസത്തെ നോമ്പുകളാണ്. വഅഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീള, ഫർള് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം സ്വലാത്തുൽ ലൈലി, രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ വന്ന് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, സഅൽതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്ത് വന്ന് നബിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ തിരുദൂതരെ, അയ്യുൽ ലൈലി ഖൈർ വ അയ്യുൽ അശ്ഹുരി അഫ്ളലു, നബിയെ രാത്രിയിൽ ഏറ്റവും നല്ല സമയം ഏതാണ്? നമ്മൾ രാത്രി നിസ്കരിക്കണം, രാത്രി ഖുർആൻ ഓതണം, രാത്രി കുറച്ച് വിർദ് ചൊല്ലണം, ദിക്ർ ചൊല്ലണം ഒക്കെ ഉണ്ടാവുമ്പോൾ ഏത് സമയത്താ ചെയ്യേണ്ടത്? ഏതാ ഏറ്റവും നല്ല സമയം? നമുക്കൊക്കെ വരുന്നൊരു സംശയമാണത്. അബൂദറുൽ ഗിഫാരി തങ്ങൾ ചോദിച്ചു, നബിയെ അയ്യുൽ ലൈലി ഖൈർ, രാത്രിയിലെ ഏത് സമയമാണ് ഏറ്റവും നല്ലത്? ഖാല ഖൈറുൽ ലൈലി ജൗഫുഹു, രാത്രിയിലെ ഏറ്റവും നല്ല സമയം അതിന്റെ ഏറ്റവും ഉള്ളിൽ കിടക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞ രാത്രിയുടെ മധ്യഭാഗം. റമളാൻ കഴിഞ്ഞാൽ പിന്നെ മുഹറമാണ് എന്നും പറയാൻ പറ്റൂല എന്നാണ്. ആശൂറ എന്ന് പ്രത്യേകതയുണ്ട്. പക്ഷെ മുഹറം മാസത്തിൽ മൊത്തമുള്ള നോമ്പ്, അറഫയുടെ നോമ്പ് ആശുറയിനേക്കാൾ ശ്രേഷ്ഠതയുള്ള നോമ്പാണ് അറഫയുടെ നോമ്പ്. തുകഫിറു സനത്തൽ മാദിയ വസ്സനത്തൽ മുഖബില, വരാനുള്ള ഒരു വർഷവും കഴിഞ്ഞ ഒരു വർഷവും പൊറുപ്പിക്കുന്ന നോമ്പാണ് അറഫയുടെ നോമ്പ്, അല്ലേ? അയ്യാമുൽ ബീദിന്റെ നോമ്പ്, ഒരു മാസത്തിലെ 13, 14, 15 ദിവസങ്ങളിലെ നോമ്പ്, മറ്റു സവിശേഷമായ നോമ്പുകൾ, അതൊക്കെ മാറ്റിവെച്ചാൽ പിന്നെ ഉള്ള മുത്തലക്ക് നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠം മുഹറം മാസത്തിലെ നോക്കുന്ന നോമ്പാണ്. പക്ഷെ ആ മുത്തലക്കിനേക്കാളും ശ്രേഷ്ഠത വരും മുഹറത്തിലെ തന്നെ ആശുറയുടെ നോമ്പ്, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ്. അതിനെ സംബന്ധിച്ച് വേറെ ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു അത് നോക്കാനൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ശഹ്റുല്ലാഹില്ലദീ തദ്ഊനഹുൽ മുഹറം, റമളാൻ കഴിഞ്ഞിട്ടോ. റമളാൻ കഴിഞ്ഞാൽ പിന്നെയാണിത്. അല്ലാഹുവിന്റെ മാസം എന്നാ പറഞ്ഞത്. ശഹ്റുല്ലാഹില്ലദീ തദ്ഊനഹുൽ മുഹറം, മുഹറം എന്ന് നിങ്ങൾ വിളിക്കുന്ന അള്ളാന്റെ മാസമായ മുഹറം ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ മാസം എന്ന് പറയാൻ കാരണം അലാ ശറഫിഹി വ ഫദ്ലിഹി, തദുല്ലു അലാ ശറഫിഹി വ ഫദ്ലിഹി. ഹാഫിദ് ഇബ്നു റജബ് തങ്ങൾ പറയാം, അതിന് അല്ലാഹു നൽകിയ ശ്രേഷ്ഠതയാണ് അതിന്റെ കാരണം.
അള്ളാഹുവിന്റെ അള്ളാന്റെ ഒട്ടകം എന്ന് പറഞ്ഞില്ലേ സ്വാലിഹ് നബിയുടെ ഒട്ടകത്തെ കുറിച്ച് ശ്രേഷ്ഠത കൊണ്ടാണ്. അള്ളാന്റെ വീടാണ് കഅബ, ബൈത്തുല്ലാഹ് അൻ തുഹിറ ബൈതിയ ലിത്വാഇഫീന വറാകിഇ വറുക്ഇ സുജൂദ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭവനം എന്ന് കഅബയെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗം ബൈതിയ, അള്ളാന്റെ വീട്. അതിന്റെ ശ്രേഷ്ഠത കൊണ്ട് തന്നെ അത്രയും ശ്രേഷ്ഠമായ മാസമാണ് ഷഹ്റുല്ലാഹിൽ മുഹറം. റമദാൻ കഴിഞ്ഞാൽ സവിശേഷതയുള്ള മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാസം നമ്മുടെ വർഷത്തിലെ ആദ്യത്തെ മാസം മുഹറമാണ്. വർഷം അവസാനിക്കുന്നതും ഒരു സവിശേഷമായ മാസമാണ് അല്ലെ. നമ്മുടെ അറബ് വർഷം അവസാനിക്കുന്ന മാസം ഏതാണ്? നമ്മളിപ്പോ നിൽക്കുന്ന ദുൽഹിജ്ജ, അത് മുഹറമായ മാസമാണ്. യുദ്ധം ഹറാമായ മാസം, സവിശേഷമായ മാസം, വളരെ പവിത്രമായ 4 മാസങ്ങളിൽ ഒന്നുകൊണ്ടാണ് ഈ വർഷം ആരംഭിക്കുന്നത്. അങ്ങനത്തെ ഒരു വർഷം കൊണ്ടാണ് ഈ വർഷം അവസാനിക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു വരികയാണ്, ഹിജ്റ ചെയ്ത് കടന്നു വരികയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തേക്ക് വന്നപ്പോ മദീനക്കാര് നോമ്പ് നോൽക്കുന്നുണ്ട്. ഇതിന് അത്ഭുതം എന്താ വെച്ചാല് ആശൂറന്റെ നോമ്പ് ജാഹിലിയ കാലം മുതൽ അറബികൾ നോൽക്കുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹദീസിൽ അത് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ മഹദി പറയുന്നു, ജാഹിലിയ കാലത്ത് നബി തങ്ങളുടെ വരവിന് മുമ്പ് തന്നെ ജാഹിലിയക്കാർ ആശൂറന്റെ നോമ്പ് നോൽക്കുമായിരുന്നു. അത് എന്തിനാ നോറ്റിരുന്നത് അറിയില്ല. ഇസ്മായിൽ നബി അലൈഹിസ്സലാമോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമോ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത എന്തെങ്കിലും ഒരു പ്രത്യേകത കൊണ്ടായിരിക്കണം. മൂസാ നബിന്റെ ചരിത്രം അവർക്കറിയില്ല, മക്കക്കാർക്ക് അറിയുമായിരുന്നില്ല. അവര് ഇസ്മായിൽ നബിയിൽ നിന്നാണ് ദീൻ പഠിക്കുന്നത്, അവരുടെ ഉപ്പ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന്. അന്നു മുതലേ ആശൂറന്റെ നോമ്പ് അവർ നോക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മക്കയിലെ 13 കൊല്ലം തങ്ങൾ ആശൂറ നോറ്റിട്ടുണ്ട്. മദീനയിൽ വന്ന് 2ാമത്തെ വർഷം വരെ നബി തങ്ങൾ നിർബന്ധിപ്പിച്ചു നോക്കുമായിരുന്നു ആശൂറന്റെ നോമ്പ്. ആശൂറന്റെ നോമ്പ് നോൽക്കാൻ വേണ്ടി പറയും. മദീനയിലേക്ക് നബി തങ്ങൾ കടന്നു വന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഒരു ഹദീസ് തന്നെ ഉണ്ട്, തങ്ങൾ മദീനയിൽ മുഴുവനും ആളുകളോട് വിളിച്ചറിയിക്കാൻ വേണ്ടി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനക്കാരായ മുഴുവൻ ആളുകളോടും പറഞ്ഞു, ഇന്ന് നേരം വെളുക്കുമ്പോ നോമ്പ് നോച്ച ആളുകൾ ആ നോമ്പ് പിടിച്ചു നിൽക്കട്ടെ. നോമ്പ് നിൽക്കാത്ത ആളുകൾ, ഭക്ഷണം കഴിച്ചവരുണ്ടോ, മഗ്രിബ് വരെ ഒന്നും ഇനി കഴിക്കരുത്, ആശൂറന്റെ ദിവസമാണ് എന്ന് നബി തങ്ങൾ മദീനത്തേക്ക് കയറിയപ്പോ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം.